പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്ക് ഈ ട്രിഗണോമെട്രിയിലെ അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു എന്തെന്ന്, നമുക്ക് ചിലപ്പം ഒരു ഫോഴ്സുകളെ പോയിട്ടുള്ളതിനെ പരസ്പരം ലംബമായിട്ടുള്ള ഘടകങ്ങളെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമായിട്ട് വരും. അതിന് ലംബ ഘടകങ്ങൾ, പരസ്പരം ലംബമായ ഘടകങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ട്രിഗണോമെട്രി വളരെ സഹായകരമാവും. അതിന് കുറച്ച് ബേസിക്സ് അറിഞ്ഞിരുന്നാൽ ഈ ട്രിഗണോമെട്രിയുടെ, അതായത് ട്രിഗണോമെട്രിയിൽ മെയിനായിട്ട് വരുന്നത് ഈ മട്ടത്രികോണങ്ങളുടെ അഥവാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ വശങ്ങളും അതുപോലെ ഹൈപ്പോണ്ടിസ് തമ്മിലുള്ള ബന്ധങ്ങളാണ് പ്രധാനമായി. അല്ലെങ്കിൽ ഹൈപ്പോണ്ടിസ് ഇല്ലാത്ത മറ്റു വശങ്ങൾ തമ്മിൽ പരസ്പര ബന്ധം എന്നിവയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് പഠിക്കണം നമ്മൾ. അത് പഠിച്ചാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വെക്ടറുകളുടെ ഘടകങ്ങളെ ഒക്കെ പിരിച്ച് കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. അപ്പൊ അതെങ്ങനെയാണെന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ നമുക്ക് ഇത് ട്രിഗണോമെട്രി ശരിക്കും മനസ്സിലായാൽ ഇത് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. എന്താണ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ? ട്രിഗണോമെട്രി എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്നൊക്കെ പറഞ്ഞാലാണ് എന്ത് ത്രികോണങ്ങളെ ശരിക്കും പറഞ്ഞാൽ മട്ടത്രികോണങ്ങളുടെ വശങ്ങളും അതുപോലെ കോണുകളും തമ്മിലുള്ള ബന്ധം ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രമാണത്. എങ്ങനെ മറ്റൊരു കോൺ അറിഞ്ഞാൽ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വശങ്ങളുടെ നീളം തന്നെ ആംഗിൾ കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത്. നമുക്കത് നോക്കാം. നമുക്ക് അതിന് മുമ്പ് ചില ഗണിത പാഠങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് എന്താണ് സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സിമിലർ ട്രയാങ്കിൾസിൽ ഒരേ ചായുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക, സിമിലർ ട്രയാങ്കിൾ. നമുക്ക് പറയാലോ, ഒരാളുടെ ഫോട്ടോ അയാളായിട്ട് ചായ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒരാളുടെ പല വലിപ്പത്തിൽ ഫോട്ടോ എടുക്കാൻ ആ ഫോട്ടോകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും, വലിപ്പ വ്യത്യാസം ഉണ്ടെങ്കിലും സിമിലർ ആയിരിക്കും, ഈക്വൽ ആയിരിക്കില്ലേ? ഫുൾ സൈസ് അത് നമ്മളിപ്പോ ഷാം സൈസ് എടുക്കാം, അങ്ങനെ പല വലുപ്പത്തിൽ എടുക്കാം അല്ലേ ഫോട്ടോ. ആ പല വലുപ്പത്തിൽ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോകൾ ഒക്കെ സാദൃശ്യമുണ്ടായിരിക്കും, സിമിലർ ആയിരിക്കും, ഈക്വൽ ആയിരിക്കില്ല. ആ ഈക്വലായ ആ സാധനങ്ങൾക്ക് എന്താണ് പ്രത്യേകതയുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ കയ്യിന്റെ നീളത്തിന്റെ ഇരട്ടിയാണ് മറ്റൊരു ഫോട്ടോയിലെ ലെങ്ത് എങ്കിൽ അയാളുടെ കാലിന്റെ ഒരു ഫോട്ടോ, ആദ്യത്തെ നേരത്തെ പറഞ്ഞ ഫോട്ടോകളിൽ ആദ്യത്തെ ഇരട്ടിയായിരിക്കും എന്ത്, കാലിന്റെ ലെങ്ത് എടുത്താൽ അതേപോലെ തന്നെ ആയിരിക്കും അല്ലേ? ഒരേപോലെ ആയിരിക്കും എന്ത് തമ്മിൽ, അവയുടെ സദൃശ്യമായ ഫോട്ടോകൾ തമ്മിലുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ് മാത്സിലും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സിമിലർ ട്രയാങ്കിൾ ഞാൻ വരയ്ക്കാം കുറച്ച് ഇതിൽ. നമുക്ക് നോക്കുക, അപ്പൊ നമ്മൾ ഈ ബോർഡിലേക്ക് നോക്കുക. ഇതിൽ നമ്മളെന്ന് വെച്ചാല് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു വരാമ 30 ഡിഗ്രിയിൽ മറ്റൊരു രേഖയും വരച്ചിട്ടുണ്ട്. അപ്പോൾ OF-ൽ കൂടെ ഒരു രേഖ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ OP കൂടെ ഒരു രേഖ അങ്ങോട്ടും വരച്ചിട്ടുണ്ട്. A-ൽ ഒരു യൂണിറ്റ് ലെങ്ത് ആണ്, അവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്, ലംബം വരച്ചിട്ടുണ്ട്. B എന്ന പോയിന്റിൽ 2 യൂണിറ്റിലും വരച്ചിട്ടുണ്ട്, 3 യൂണിറ്റിലും വരച്ചിട്ടുണ്ട്, 5 യൂണിറ്റിൽ വരച്ചിട്ടുണ്ട്, 7 യൂണിറ്റിൽ വരച്ചിട്ടുണ്ട്, 8 യൂണിറ്റിലും വരച്ചിട്ടുണ്ട്.
അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഇത് പെർപ്പൻഡിക്കുലർ വെച്ചാൽ മട്ടായിരിക്കും. ഇതൊക്കെ ഇതിലൊരു മട്ടായിരിക്കും, ഇവിടെയും മട്ടായിരിക്കും, ഇവിടെയൊക്കെ എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. എന്താ കാരണം? അത് കുത്തനെ വരച്ചില്ല, 90 ഡിഗ്രി വരച്ചാൽ മട്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ എന്തായിരിക്കും? 30 അല്ല അത് 30 ഡിഗ്രി അല്ലേ. ഇനി നോക്കുക, ഇതിലൊരു ത്രികോണം എടുത്തു കഴിഞ്ഞാല് അതിലെ ഡിഗ്രികൾ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഒ എ പി ഒന്ന് ട്രയാങ്കിൾ കണ്ട നിങ്ങൾ? ഒ എ പി എന്നൊരു ട്രയാങ്കിൾ ഒ എ പി ഇല്ലേ? അവിടെ 90 ഉണ്ട്. അപ്പൊ അതിന്റെ 3 ആംഗിൾ ഉണ്ട്. അത് എത്രയായിരിക്കും? ആ 90. 90. ആ 150 അല്ലെ? 120 പിന്നെ 60 അല്ലെ? 60 അല്ലേ? അപ്പൊ ഇതില് 3 ത്രികോണത്തിന്റെ ആംഗിളൊക്കെ അറിയാം. 30, 90, 60 ഡിഗ്രിയൊക്കെ ആയിരിക്കും ഇതിന്റെ അല്ലെ. അത് പറഞ്ഞു. അടുത്ത ട്രയാങ്കിള് ഒ ബി ക്യു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ഇതിന്റെ അതൊക്കെ ആയിരിക്കും ഒ ബി ക്യു. ഇങ്ങനെ ട്രയാങ്കിൾ ഇല്ലേ? 30, 90, 60 അല്ലേ? പിന്നെ ബാക്കി ഏതെടുത്തു അതില്? ട്രയാങ്കിൾ ഒ ഡി സി, അത് 30, 90, 60 അല്ലേ? ഇനി ട്രയാങ്കിൾ ഒ എഫ് യു, അതും 30, 90 അല്ലേ? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇത് അപ്പൊ ഇതിന്റെ എല്ലാ ട്രയാങ്കിളുകളും 4 പിന്നെ ഉണ്ട്. ഞാൻ എല്ലാരും എഴുതിയിട്ടില്ലെന്ന് മാത്രം. ഇതില് നമ്മൾ ഇത് ലെങ്ത് പലതിലെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കുറെ ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലേ? ഇതൊക്കെ മട്ട ത്രികോണങ്ങളാ അല്ലേ? ഈ ത്രികോണം സംബന്ധിച്ച് ഒരു നിയമമുണ്ട്. ഏതെങ്കിലും ത്രികോണത്തിന്റെ 2 കോണുകള് വേറൊരു ത്രികോണത്തിന്റെ 2 കോണുകൾ തുല്യമായ അവ സിമിലർ ട്രയാങ്കിൾ ആയിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഒരു ട്രയാങ്കിളിന്റെ ഒരു ട്രയാങ്കിളിന്റെ 2 കോണുകൾ വേറൊരു ട്രയാങ്കിളിന്റെ 90 അല്ല വേറെ ട്രയാങ്കിളിലെ 2 കോണുകൾക്ക് തുല്യമായാൽ, എന്നുവെച്ചാൽ 2 ആംഗിൾ തുല്യമായ അവ തുല്യമായിരിക്കില്ല, സിമിലർ ആയിരിക്കും. എന്നുവെച്ചാൽ ഈ ഇതൊക്കെ എന്തുണ്ടായിരിക്കും? ഒരേ ഛായയുള്ള ത്രികോണങ്ങളാണ്. ഒരേ ഛായയുള്ള ത്രികോണങ്ങളാ. മനസ്സിലായ? ഛായയുള്ള ത്രികോണങ്ങൾക്ക് പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇതും ഛായ ഉണ്ട് അല്ലേ? ഒ എയും ഒ എ പിയും ഒ ബിക്കും ഛായ ഉണ്ട്. എന്ന് വെച്ചാല് ഒരേ വശങ്ങളുടെ ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുമോ അത് തന്നെയായിരിക്കും ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ കിട്ടുക. ആണ് അതിന്റെ പ്രത്യേകത. റേഷ്യോ എപ്പോഴും ഇപ്പൊ തമ്മിലുള്ള റേഷ്യോ എത്രയാണോ, ഇതിപ്പോ അല്ലെങ്കിൽ നോക്ക്, ഇത് തമ്മിലുള്ള റേഷ്യോ അരയാണെങ്കിൽ ഇതും തമ്മിലുള്ള റേഷ്യവും അരയായിരിക്കുന്നു. മനസ്സിലായ? അതാണ് പ്രത്യേകത. ഇതിലിപ്പോ ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഇവിടെ നിന്നുള്ള ലെങ്ത് അല്ലെ, ഇവിടുത്തെ ഈ ഹൈറ്റിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ അര കിട്ടുമെങ്കിൽ ഇതിന്റെ ഈ ട്രയാങ്കിളിന്റെ ഇതുകൊണ്ട് ഹരിച്ചാലും അര കിട്ടും. മനസ്സിലായ? അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. മനസ്സിലായ? ക്ലിയർ? അപ്പോ ഇതില് നമ്മൾ പറയുന്നത് ഒ എ അല്ല ഒ പി അല്ല എ പിനെ ഒ പി കൊണ്ട് ഹരിച്ചാൽ ആദ്യത്തെ ട്രയാങ്കിളിനെ നമ്മൾ ആദ്യത്തെ ട്രയാങ്കിൾ എടുത്തിട്ട് അതിലത്തെ ഒ പി വേണ്ട എ പി എടുക്കുക. എന്താണ് അപ്പൊ എ പി എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള വശം അല്ലേ? അതിനെ
ഒ പി കൊണ്ട് ഹരിച്ചു വിചാരിക്കുക. എ പിന്നെ ഒ പി കൊണ്ട് ഹരിച്ചാൽ അര കിട്ടുമെങ്കിൽ ഇതില് ബി ക്യൂനെ എങ്കിൽ ബി ക്യൂനെ അതുകൊണ്ട് ഹരിച്ചാൽ ബി ക്യൂനെ ഒ ക്യൂ കൊണ്ട് ഹരിച്ചാൽ അല്ലേ എന്തെന്നെ കിട്ടും. അതുപോലെ ഇതില് എഫ് യുനെ ഒ യു കൊണ്ട് ഹരിച്ചാൽ അത് അര കിട്ടും. മനസ്സിലായ? അപ്പൊ ഇതാണ് എന്ത് പറയാ. അപ്പൊ ഇത് മട്ടത്രികോണത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ്, എല്ലാത്തിനും ഇല്ല. മട്ടത്രികോണങ്ങളുടെ പ്രത്യേകതയാണത്. അപ്പോ 30 ഡിഗ്രി വരുന്ന എല്ലാ മട്ടത്രികോണങ്ങളും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. 30 ഡിഗ്രി വരുന്ന നമുക്ക് മനസ്സിലായില്ല. എന്താ കാരണം മനസ്സിലായില്ലേ? 30 കാണുമ്പോൾ നമ്മളെല്ലാം കണ്ടുപിടിച്ചില്ലേ? 30 ഡിഗ്രി വരുന്ന മട്ടത്രികോണം എല്ലാതും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. കാരണം ഈ 2 30 90 വേറെ ത്രികോണത്തിന് 30 90 ഒക്കെ അല്ലേ, ഈ രണ്ടാണ് തുല്യമായിട്ടില്ല വരിക. അപ്പൊ ഒക്കെ സിമിലർ ആയിരിക്കും വെച്ചാല് ഇതിന്റെ ഒരേ പോലത്തെ വശങ്ങളുടെ ഹരണഫലം എപ്പോഴും തുല്യായിരിക്കും. അപ്പൊ നമ്മൾ വലിയ ത്രികോണത്തിനോ ചെറിയ ത്രികോണത്തിനോ കണ്ടുപിടിക്കണം എന്നില്ല, ഏത് ത്രികോണത്തിൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതില് നമ്മള് ഇവിടം വരെ 1 യൂണിറ്റ് എടുത്തേക്കണ് ലെങ്ത്. എത്ര എടുത്തേക്കണത്? 1 ലെങ്ത്, 1 യൂണിറ്റ് ലെങ്ത് എടുത്തേക്കണത്. ഇത് എടുത്തത് 2, ഇത് 2, ഇത് 1 എടുത്തിട്ടുണ്ടായിരുന്നെ. അങ്ങനെയാണെങ്കിൽ 1/2 ആയിരിക്കും. മനസ്സിലായ? അപ്പൊ നമുക്ക് എന്താ വെച്ചാല് ഇത് ഏത് സൈഡാ? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഇതാ ഹൈപ്പോട്ടനീസ് അല്ലേ? അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിൽ ഹൈപ്പോട്ടന്യൂസിനെ അല്ല ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസിനെ ഹരിച്ചു കഴിഞ്ഞാല് ഒരു ആംഗിൾ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആണ് ഫിഗറാണ് കിട്ടുക. എപ്പോഴും ഈക്വൽ ഫിഗറാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ തീറ്റയാണെങ്കിൽ തീറ്റയാണെങ്കിൽ എല്ലാ ഇതും എന്തായിരിക്കും? തീറ്റയായിരിക്കുമല്ലോ. എല്ലാ തീറ്റ വരുന്ന ട്രയാങ്കിളുകൾ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും ഏത് സംഖ്യയാണ് കിട്ടുക അതിന് എല്ലാത്തിലും കിട്ടുക. അപ്പൊ എന്താ ഇത് 45 ഡിഗ്രി വരുന്ന എല്ലാ മട്ടത്രികോണങ്ങളും എന്തായിരിക്കും? തുല്യായിരിക്കില്ല, സിമിലർ ആയിരിക്കും. അപ്പൊ 45ന്റെ എതിരെ കിടക്കുന്ന വശത്തെ ഹൈപ്പോട്ടന്യൂസ് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം ഏത് വലിയ ത്രികോണത്തിനോ ചെറിയ ത്രികോണത്തിനോ കണ്ടുപിടിച്ചാൽ എന്താ വരിക? സിമിലർ ആയിരിക്കും. അപ്പൊ നമ്മള് എന്ത് ചെയ്യുന്ന വെച്ചാല് 30ന്റെ കണ്ടുപിടിക്കാൻ നോക്കാം. മനസ്സിലായില്ല? ഇത് വെച്ചിട്ട് നമുക്ക് 30ന്റെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇത് മാക്കിൻ്റെ കട്ട് ചെയ്ത് കളയുന്ന എനിക്കുണ്ട് അല്ലേ? നമുക്ക് ഇപ്പൊ നോക്കുക. ഇതിന്റെ ലെങ്ത് 2 വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇതേ ലെങ്തില് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാൻ വെച്ചാൽ ഇതേ ലെങ്തില് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുക. ഇതൊക്കെ 2 ആയിരിക്കും.
ഇതിപ്പോ എ ബി സി എന്ന് വിചാരിക്കുക. ഇത് ഡി എന്ന് വിചാരിക്കുക. ഇനി നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ 60 വിചാരിക്കുക. ഇത് എന്ത് വരച്ചു? പെർപെൻഡിക്കുലർ വരച്ചു. അപ്പൊ എത്രയായിരിക്കും? 90 അപ്പൊ ചതുരിട്ടാൽ മതി. ഇവിടെ എത്രയായിരിക്കും? അല്ലേ? ഇതിന്റെ ലെങ്ത് എത്ര എടുത്താൽ? 2. ഇത് പകുതിയല്ലേ? അപ്പൊ ഇത് എത്രയായിരിക്കും? അപ്പൊ ഇത് മട്ടത്രികോണല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഈ വശം തന്നിട്ടില്ലേ? തന്നിട്ടുണ്ടാ? പക്ഷെ കണ്ടുപിടിക്കാം എങ്ങനെയാ? നമുക്കറിയാം AD² പ്ലസ് DB² കൂട്ടിയാൽ AB² കിട്ടുന്നു ഇല്ലേ? AD² DB² കൂട്ടിയാൽ AD² കിട്ടുന്ന നമ്മൾ പഠിച്ചില്ലേ? പാദം ലംബ² കൂട്ടിയാൽ. അപ്പോ ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്തോ DB² സമം ഇത് രണ്ടും കൂട്ടി ഇത് കിട്ടുമെങ്കിൽ ഇതിന് ഇത് കുറച്ച് ഇത് കിട്ടില്ലേ? അപ്പൊ DB² സമം സ്ക്വയർ മൈനസ് AD² അല്ലേ? ഇത് രണ്ടും കൂട്ടി ഇത് കിട്ടില്ലേ? അപ്പൊ 4 3 കൂട്ടി 7 കിട്ടും. 7ന്ന് 3 കുറച്ച് എന്ത് കിട്ടും? അതുപോലെ ഇത് രണ്ടും കൂട്ടിയാൽ ഇത് കിട്ടുമെങ്കിൽ ഇതിന്ന് ഇത് കുറച്ചാൽ അല്ലേ? അപ്പൊ DB എന്നുള്ള എത്രയായിരിക്കും? ഇതിന് ഇത് കുറച്ചാൽ ഇതിന്റെ സ്ക്വയർ കിട്ടും. അപ്പൊ DB കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അത് കുറച്ചിട്ട് സ്ക്വയർ റൂട്ട് ഉണ്ടാ പോരെ? DB സമം സ്ക്വയർ റൂട്ട് ഈ ഉത്തരത്തിന്റെ സ്ക്വയർ റൂട്ട് ഉണ്ടാ പോരെ? AD² കിട്ടില്ലേ? ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ ഇതിലെങ്ങനെ കിട്ടാം? AB² എത്ര? AB² എത്രയാ? 4 അല്ലേ? AB-യുടെ സ്ക്വയർ 4. ഈ പിന്നെ അധികം ഇതിന്റെ AD-യുടെ സ്ക്വയർ എത്ര? 1 അല്ലേ? 1² കുറച്ച് എത്ര കിട്ടുക? 1 തന്നെ അല്ലേ? 3 എന്നിട്ട് റൂട്ട് കാണുക അല്ലേ? അപ്പൊ റൂട്ട് 3 ആയിരിക്കും ഇതിന്റെ ലെങ്ത് അല്ലേ? മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇതിന് നമുക്ക് ഇപ്പൊ ഈ ആംഗിൾ ഉണ്ടല്ലോ, ഇതിന്റെ ഈ വശവും ഹരിച്ച എത്ര കിട്ടാന്ന് നോക്കിയേ. ഇതിന്റെ 30ന്റെ എതിരെ കിടക്കുന്ന വശം ഏതാ? വശം 1. ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് എത്രയാ? 2. അപ്പൊ sin 30 എന്ന് പറഞ്ഞാല് sin 30 എന്ന് വെച്ചാല് 30 വരുമ്പോ അതിന്റെ എതിരെ കിടക്കുന്ന വശവും ഈ തമ്മിൽ ഹരണഫലം അത്ര 1/2 അല്ലേ? അപ്പൊ sin 30 വരുന്ന ഏത് മട്ടത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചാലും 1/2 കിട്ടുക. നമുക്ക് മനസ്സിലായല്ലോ? ആ 1/2 30 വരുന്ന ഏത് ത്രികോണത്തിൽ നിന്നും sin θ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ഓപ്പോസിറ്റ് സൈഡിനെ കർണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് എത്ര കിട്ടും? ഹാഫ് കിട്ടും. അതെപ്പോഴായിരിക്കും? എന്താ കാരണം? എല്ലാ ത്രികോണത്തിനും സിമിലർ ആയിരിക്കും. സിമിലറിന്റെ ഹരണഫലം എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ചെറിയ ത്രികോണോ വലിയ ത്രികോണോ എന്നൊന്നുമില്ല. അപ്പൊ ഒരു വലിയൊരു മട്ടത്രികോണം കണ്ടു, അതിലെ 30-ന് എതിരെ കിടക്കുന്ന വശവും അതിൽ കോൺ 30 കണ്ടു, അതിൽ 30-ന് എതിരെ കിടക്കുന്ന വശവും കർണവും ഹരിച്ച് നോക്കിയപ്പോ ആരാന്ന് കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ ആംഗിൾ നമുക്ക് പറയാൻ പറ്റും. എത്രയാണ്? 1/2 കിട്ടണമെങ്കിൽ ആംഗിൾ എത്രയായിരിക്കണം? 30 ആയിരിക്കണം അല്ലേ? അപ്പൊ ആംഗിൾ 30 നമുക്ക് പറയാനും കിട്ടണം. ഹരിച്ച എത്രയായിരിക്കുന്നത്? അങ്ങനെ ആവാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ട്രയാങ്കിൾ കണ്ടു, അതിന്റെ ഇത്രയുള്ളോ? 1 എത്രയുള്ളോ? ഇത് 30 കണ്ടു, ഇത് PQR. ഇതിന്റെ എതിർവശം എത്രയായിരിക്കും? ഇതൊന്നെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കാനേ പറ്റുള്ളൂ? അര വരാനേ പറ്റില്ല. കാരണം ഇത് 2 ഹരിച്ച് എന്തെന്ന് കിട്ടണം? അപ്പൊ ഇതൊന്ന് വരണമെങ്കിൽ അതിന്റെ ഇവിടെ എത്ര വരണം? ഇതൊന്നല്ലേ? അപ്പൊ ഇതിന്റെ പകുതിയല്ലേ വരാൻ പറ്റുള്ളൂ. അതിന് 2 അല്ല, അര അല്ലേ? അങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ. കാരണം ഇത് ഹരിച്ച ആരാന്ന് വരണ്ടേ? അല്ലാന്ന് ഇവിടെ 1 വരികയാണെങ്കിൽ, കർണം 1 വരികയാണെങ്കിൽ എന്താ വരുള്ളൂ?
അവിടെ അറിയാ വരല്ലോ അല്ലേ? അപ്പൊ സൈൻ ഇപ്പൊ അതിന്ന് കണ്ടുപിടിച്ചാൽ എത്രയാണ് കിട്ടുള്ളൂ? 1/1 അല്ലേ? അപ്പൊ ഹാഫ് വന്നില്ലോ. അപ്പൊ എന്തിന് എങ്ങനെ കണ്ടുപിടിച്ചാ മതി? കർണം 1 വരുന്ന ട്രയാങ്കിളിലെ എതിർവശത്തിന് തുല്യമായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സൈൻ തീറ്റ, സൈൻ്റെ ഒരു ആംഗിൾ സൈൻ തീറ്റ കാണാൻ പറഞ്ഞു പറഞ്ഞാല്, അതായത് 1 കർണമായിട്ട് ആ ആംഗിൾ വരുന്ന ട്രയാങ്കിൾ വരച്ച അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്താൽ മതി അല്ലേ? അപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൈൻ തീറ്റ കിട്ടും. എന്താ കാരണം? 1 വരുമ്പോ പിന്നെ ഹരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എതിർവശത്തെ കർണം കൊണ്ട് ഹരിക്കല്ലേ? കർണം 1 വരെയാണ്, പിന്നെ ഹരിക്കേണ്ട കാര്യമില്ല. എന്തായിരിക്കും? ആ എതിർവശം തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ? കർണം 1 വരുന്ന ട്രയാങ്കിളിന്റെ എതിർവശത്തിന് തുല്യമായിരിക്കും എന്ത്? അതിന്റെ ഇതിപ്പോ 30 അല്ല തീറ്റയും ചേർച്ചാല് ഇതിന്റെ ഈ എതിർവശം എടുത്താ പോരെ. അപ്പൊ ഏതൊരു ആംഗിളിന്റെയും സൈൻ തീറ്റ കാണാൻ എളുപ്പവഴിയുണ്ട്. കാരണം എന്താണ്? ആ ആംഗിളുള്ള ഇതും കർണം 1 വരുന്നതുമായ ട്രയാങ്കിൾ വരച്ചു നോക്കിയാൽ അതിന്റെ എതിർവശത്തിന് നീളമായിരിക്കും എന്ത്? സൈൻ തീറ്റയ്ക്ക് തുല്യമായിരിക്കും. അങ്ങനെ എളുപ്പ വഴിയിൽ സൈൻ തീറ്റ കണ്ടുപിടിക്കാം. മനസ്സിലായ? അപ്പൊ 1 വരുമ്പോ എത്ര വരിക? അര. അപ്പൊ 2 വരുമ്പോ എത്ര വരിക? 1. 2.5 വരും. 3 വരുമ്പോളാ 3.5 വരണ്ടേ? 3 അതിന്റെ അര. അപ്പൊ ഏത് ലെങ്ത്തും കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ഇല്ലേ? അപ്പൊ ഇത് റേറ്റ് ആണെന്നും പറയാൻ വേണമെങ്കിൽ ഏതിനെ 1 വരുമ്പോഴത്തെ വിലയെ റേറ്റ് ആണ് നമുക്ക് എടുക്കാം അല്ലെ? ഒരു സാധനത്തിന്റെ വില 1 വരുമ്പോഴത്തെ വിലയെ റേറ്റ് എന്നല്ല നമ്മൾ പറയാ. നമുക്ക് ഒരു 10 ആപ്പിൾ മേടിച്ച് 50 റുപ്യയായി. അപ്പൊ ഒരു ആപ്പിളിന് 5 രൂപ. അപ്പൊ അതിന് ഒരു ആപ്പിളിന്റെ വില 5 രൂപ എന്ന് പറയാ, റേറ്റ് എന്നല്ല പറയാം നമ്മള്. അതുപോലെ ഇതുപോലെ 1 വരുമ്പോഴത്തെ വിലയില്ലേ? 1 വരുമ്പോഴത്തെ എതിർവശത്തിന്റെ വിലയാണ് എന്ത്? ഈ സൈൻ തീറ്റ എന്ന് പറഞ്ഞത്. ആ സൈൻ തീറ്റ എന്ന് പറയുമ്പോ എന്താണ്? 1 വരുമ്പോഴത്തെ വില കിട്ടിക്കഴിഞ്ഞാൽ 2 വരുമ്പോഴത്തെ വിലയോ 3 വരുമ്പോഴത്തെ വിലയോ ഏതും കണ്ടുപിടിക്കാലോ. മനസ്സിലായ? അപ്പൊ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഇനി കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സമീപവശം എന്ന് പറയും. ഇതിനെന്താ പറയാ? ഈ സമീപവശത്തെ ഏതുകൊണ്ട് ഹരിക്കുന്നതാണ്? എതിർവശത്തെ ഹൈപ്പോട്ടനസ് ഹരിക്കുന്നത് സൈൻ തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അടുത്ത വശം ഉണ്ടല്ലോ, ഈ സമീപവശല്ലേ, ഇത് ചേർന്ന് കിടക്കുന്ന വശമില്ലേ, ഇത് എതിർവശം. ഇത് സമീപവശം. സമീപവശത്തെ കർണം കൊണ്ട് ഹരിക്കുന്നത് കോസ് തീറ്റ. അപ്പൊ കോസ് തീറ്റ എത്ര ഹരിക്കല്? അല്ലെ? തൊട്ട് കിടക്കുന്ന വശം പോയി കർണം 3/2. അത് ഏത് ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചാലും ഇത് തന്നെയാണ് കിട്ടുക. അപ്പൊ ഇതിനർത്ഥം ഇതിന്റെ നീളം ഇത് 1 വരുന്നുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? അപ്പൊ √3/2 വരണ്ടേ? 1 വരുമ്പോഴും ഇത് തന്നെ കിട്ടും ഇല്ലേ? അപ്പൊ ഇവിടുത്തെ ലെങ്ത് എത്രയായിരിക്കും? √3/2 ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിനെന്താണ് ഇനി ടാൻ തീറ്റ ചോദിക്കാന്ന് വെച്ചാൽ എതിർവശം പോയി സമീപവശം എത്ര വരിക? ടാൻ തീറ്റ സമം 3/√3 അല്ല 3/√3. എതിർവശം പോയി സമീപവശമാണ്. എത്ര വരിക? 1/√3. മനസ്സിലായ? അപ്പൊ ഇതിന് നമുക്ക് ഇതില് 30 പറഞ്ഞത്. അപ്പൊ സൈൻ 30 എന്ന് പറഞ്ഞാല് എങ്ങനെ കണ്ടുപിടിക്കുക എളുപ്പത്തില്? അതായത് കർണം 1 വരുന്നതും 30 ആംഗിളുകളുമായ ഒരു മട്ടത്രികോണം വരച്ചാൽ അതിന്റെ എതിർവശമായിരിക്കും അത് ഹാഫ് ആയിരിക്കും. ഇനി കോസിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്ത് ചെയ്താൽ മതി? അതായത് ഇതുപോലെ 1 യൂണിറ്റ് കർണം വരുന്നതും തീറ്റ ആംഗിൾ വരുന്നതുമായ ഒരു
മട്ടത്രികോണം വരച്ച് അതിന്റെ സമീപവശത്തിന്റെ ലെങ്ത്തിന് തുല്യമായിരിക്കും എന്ത് അതിന്റെ ഇത്. അല്ലെങ്കിൽ വലിയ അത് ഒന്ന് വരുന്നത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇനിയിപ്പോ ഏത് ത്രികോണത്തിന് കണ്ടുപിടിച്ചാൽ തന്നെ ഉത്തരം വരും. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? എതിർവശത്തെ സമീപവശം കൊണ്ട് ഹരിച്ച. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാല് എന്താണ് സൈൻ തീറ്റ എന്ന് വെച്ചാല് ഇങ്ങനെ രണ്ട് തരത്തിൽ പറയാം. ഒരു മട്ടത്രികോണത്തിന്റെ എതിർവശത്തെ കർണം കൊണ്ട് ഹരിച്ച ഉത്തരം ആയിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ ഒരു യൂണിറ്റ് കർണം വരുന്ന തീറ്റ ആംഗിളുള്ള ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിലത്തെ ഓപ്പോസിറ്റ് സൈഡ് എടുത്താലും മതി. രണ്ട് തരത്തിലും കണ്ടുപിടിക്കാം. മനസ്സിലായ? ഇതാകുമ്പോ സമീപവശത്തെ കർണം കൊണ്ട് ഹരിച്ചത്, ഇത് എതിർവശത്തെ സമീപവശം കൊണ്ട് ഹരിച്ചത്. ടാൻ തീറ്റ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. മനസ്സിലായ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് നമുക്ക് ഒരെണ്ണം നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് 45 ഡിഗ്രിയിൽ ഒരു മട്ടത്രികോണം വരച്ചു വിചാരിക്കുക. എന്താ വരച്ചത്? 45 ഡിഗ്രിയിൽ ഒരു മട്ടത്രികോണം വരച്ചു. ഈ ലെങ്ത് അതായത് 45 ഡിഗ്രിയിൽ ഇത് വരച്ചു. അപ്പൊ ഇത് 45 ആയിരിക്കും, ഇതായിരിക്കും അല്ലേ? ഇതിന്റെ ലെങ്ത് പലയിടത്തിൽ കണ്ടുപിടിക്കാം. ഇത് 45 ഇത് 1 ലെങ്ത് ഉള്ളതും കണ്ടുപിടിച്ചു വിചാരിക്കുക. ഇത് എന്ത് 1 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഇത് കണ്ടുപിടിച്ചത്. ഇപ്പൊ 2 പ്ലസ് 4 4 8 2 റൂട്ട് 2 നമുക്ക് നോക്കിയപ്പോ ഇത് അളന്ന് എഴുതിയപ്പോ 2 റൂട്ട് 2 എന്ന് കിട്ടി വിചാരിക്കുക. ഇതില് നമ്മൾ അളന്നപ്പോ 1 കിട്ടി, മട്ടത്രികോണം കിട്ടി. ഇതിന്റെ ഹൈപ്പോട്ടനീസ് എത്രയാ? പി ക്യു ആറിന്റെ ഹൈപ്പോട്ടനീസ് 1. ഇത് 45 45. അപ്പോ ഇതിന്റെ ലെങ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതിന്റെ എത്ര കിട്ടുന്നത്? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 45 എത്ര വരുന്നത്? എതിർവശം 45 എതിർവശം 2, സമീപവശം 2 റൂട്ട് 2 അല്ലേ? 2/2 റൂട്ട് 2 2 വെട്ടിപ്പോയി. 1/√2. അതിന് കണ്ടുപിടിച്ചാൽ അപ്പോ ഇത് 1/√2 ആയിരിക്കും അല്ലേ? ഇതും 1/√2 ആയിരിക്കും. എന്താ എതിർവശം ബൈ കർണം എത്രയായിരിക്കും? അപ്പൊ ഇതിന്റെ ലെങ്ത് 1/, എന്നാലും ഇതുകൊണ്ട് ഹരിക്കുമ്പോൾ 1/√2 വരുമല്ലോ. അപ്പോ കർണം 1 വരുന്ന ട്രയാങ്കിളിന്റെ എതിർവശം എന്നും പറയാൻ വേണമെങ്കിൽ അല്ലേ? ഇനി കോസ് തീറ്റ കോസ് 45 എന്ന് ഇങ്ങനെ പറയാം. ഒന്നുകിൽ ഇതിന്റെ സമീപവശം ഇതല്ലേ, ഇതല്ലേ? അപ്പൊ എത്ര വരിക? അതും 2/√2. എത്ര വരും? 1/√2. ഇനി ടാൻ തീറ്റ പറഞ്ഞ ടാൻ 45 ചോദിച്ചാൽ എത്ര പറയാ? ടാൻ 45 ചോദിച്ചു കഴിഞ്ഞാല് 2 എതിർവശം ബൈ ഇത് അല്ലേ? അപ്പൊ എത്ര വരിക? 2/2. എത്ര? 1 അല്ലേ? 2/2 = 1 അല്ലേ? ഇനി ഇതില് കണ്ടുപിടിച്ച് നോക്കിയേ. 1 വരുമ്പോ ഇതെത്ര വരിക? ഇതിന് കണ്ടുപിടിച്ചാലോ സൈൻ 45 എത്രയാ? 1/√2/1. അതിനർത്ഥമില്ലല്ലോ. അത് 1/√2 അല്ലേ? ഇതിന് തുല്യല്ലേ? കോസ് 45 എടുത്ത് നോക്കിയേ. സമീപവശം ബൈ കർണം ഇത് 1/√2/2 എത്ര വരിക? 1/√2.
√2. ടാൻ 45 എത്ര വരിക? 1/√2 ബൈ 1/√2 അല്ലേ? ഓ രണ്ടിൽ തുല്യല്ലേ? ഹരിച്ച ഒന്നല്ലേ വരിക ഉത്തരം. അപ്പൊ ഏരിയനെ കണ്ടുപിടിച്ചാൽ ഒന്നേ വരിക. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ആണ് അർത്ഥം അല്ലേ? സൈൻ 45 ഒറ്റ വിലയുള്ളൂ. സൈൻ 45 ഒറ്റ വരും 1/√2. കോസ് 45 1/√2. ടാൻ 40 ഒറ്റ വിലയുള്ളൂ. പല വിലയില്ല എന്നർത്ഥം. ഈ വലിയ ട്രയാങ്കിൾ ആയിക്കോട്ടെ ചെറിയ ട്രയാങ്കിൾ ആയിക്കോട്ടെ ഒറ്റ വിലയുള്ളൂ. അപ്പൊ മനസ്സിലായില്ലോ? ഇനി നമുക്ക് പറയുന്ന വെച്ചാല് ഈ നമുക്ക് 45 ഡിഗ്രിയിൽ തന്നിട്ടുണ്ട്. എന്താണ്? ഇവിടെ ഒരു 10 ന്യൂട്ടൺ ബലാണ് വിചാരിക്കുക. 10 ന്യൂട്ടൺ ബലാണ് ഉണ്ട് വിചാരിക്കുക. അപ്പോ നമുക്ക് ഇതെത്രയായിരിക്കും? ഇത് ഇപ്പൊ ഇതിനൊക്കെ വെറുതെ ABC എന്ന് കൊടുക്കാൻ വിചാരിക്കുക. ഈ ഇതിന്റെ BCയുടെ ലെങ്ത് എത്രയായിരിക്കും? കാരണം 45 വരുമ്പോ ഏത് ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിച്ച എത്ര വരണം? √2 വരണം. അപ്പൊ ഇതിന്ന് കണ്ടുപിടിച്ചാലും ഇതിൽ BC ബൈ എതിർവശം ബൈ 10 ന്യൂട്ടൺ എത്രയായിരിക്കും? ചിലപ്പം എത്ര തന്നെ വരണം? 1/√2 വരണം അല്ലേ? 1/√2 വരണം അല്ലേ? 1/2 സൈൻ 45 വരണം അല്ലേ? അതായത് 1/√2 എന്ന് പറഞ്ഞാൽ എത്ര? സൈൻ 45 എന്ന് പറഞ്ഞൂടെ? അപ്പൊ സൈൻ 45 എന്ന് പറഞ്ഞതാണ് 1/√2. 1/√2 എന്ന് പറഞ്ഞാണ് സൈൻ 45. അപ്പൊ നമുക്ക് 1/√2 വരണമെങ്കിൽ നമുക്ക് BC കണ്ടുപിടിക്കാം. ഇതങ്ങോട്ട് കൊണ്ടുപോയി ഗുണനാവില്ലേ? BC സമത്തിൽ 1/√2 ഇൻറ്റു ഇതങ്ങോട്ട് 10 ന്യൂട്ടൺ അല്ലേ? അപ്പൊ BCയുടെ ലെങ്ത് കണ്ടുപിടിക്കുക എത്രയാ? അത് 10 ന്യൂട്ടൺ ബൈ √2 അല്ലേ? കണ്ടുപിടിക്കാൻ പറ്റില്ലേ? BC കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അപ്പൊ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ ഈ ആംഗിളും അപ്പൊ ഏത് കണ്ടുപിടിച്ചു? നമ്മള് BC കണ്ടുപിടിച്ചു. അതേപോലെ നമുക്ക് AB കണ്ടുപിടിച്ചൂടെ? AB നെ കണ്ടുപിടിക്കാം. AB ബൈ അതായത് കോസ് 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ കളറിൽ ചെയ്യാം. ഇപ്പൊ കോസ് 45 എന്ന് പറഞ്ഞാല് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? AB ബൈ ഇതല്ലേ? AB ബൈ 10 ന്യൂട്ടൺ അല്ലേ? കർണല്ലേ? അപ്പോ ABയുടെ ലെങ്ത് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 1/√2 അല്ലേ ഇത്? സമം AB ബൈ 10 ന്യൂട്ടൺ അല്ലേ? അപ്പോ ഈ ABയുടെ വില സമം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ 10 ന്യൂട്ടൺ ഇൻറ്റു 1/√2 അല്ലേ? സമം AB കിട്ടില്ലേ? അതായത് 10 ന്യൂട്ടൺ ബൈ √2 കണ്ടു കഴിഞ്ഞാല് AB കണ്ടുപിടിക്കാൻ പറ്റില്ല. രണ്ടിലും വരിക 10 ന്യൂട്ടൺ ബൈ √2 അല്ലേ? അപ്പൊ നമുക്ക് ഇതിന് ഒരു കാര്യം നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, കണ്ടെത്താലോ. അപ്പൊ നമുക്ക് ഇത് ആംഗിളും ഇത് തന്നാൽ ഈ വശങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ സൈൻ ഇതും കൂടിയും നമുക്ക് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നോക്കുക, സൈൻ 45 എന്ന് പറഞ്ഞ എത്രയാ? സൈൻ 45 എന്ന് പറഞ്ഞ എത്രയാ? 1/, അല്ല സൈൻ എന്താ വെച്ചാല് ഇതിലേതാ വരിക? സൈൻ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് BC ബൈ അല്ലേ? BC ബൈ AC അല്ലേ? AC അല്ലേ? AC എന്ന് പറഞ്ഞാല് AC ഇതില്ല. അപ്പോ ഈ AC ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേക്കും AC ഇൻറ്റു സൈൻ തീറ്റ എത്രയായിരിക്കും? 45 എത്രയായിരിക്കും?
അല്ല ഇതിങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എ സി ഇൻറ്റു 45 സൈൻ 45 എത്രയാണ്? ബി സി അല്ലേ? ബി സി എന്ന് പറഞ്ഞതിന്റെ ഹൈറ്റ് അല്ലേ? അപ്പൊ ഈ എ സി എന്ന് പറഞ്ഞ ഇത് ഇല്ലേ, ഈ കർണല്ലേ, കർണത്തെ സൈൻ 45 കൊണ്ട് എന്ത് കിട്ടും? ബി സി ഈ ലെങ്ത് ഹൈറ്റ് കിട്ടും ഇല്ലേ? അതുപോലെ മറ്റൊന്ന് കണക്കാക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക. അതുപോലെ നമുക്ക് കോസ് 45ന്റെ കാര്യം എടുത്തു നോക്കിയാൽ, കോസ് 45 എന്ന് പറഞ്ഞ എത്രയാ? എ ബി ബൈ എ സി അല്ലേ? അപ്പൊ എ സി ഇൻറ്റു കോസ് 45 എത്രയാ? എ ബി അല്ലേ? അപ്പൊ സമീപവശം അല്ലേ? അപ്പൊ ഇതിന് എ സി ഇൻറ്റു ഏതിന് തുല്യമാണ് എ ബി എന്നുള്ളത്? എ സിനെ ഈ വശത്തെ ഏതുകൊണ്ട്, അതായത് കർണത്തെ ഏതുകൊണ്ട് ഗുണിക്കുക? കോസ് 45 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടും? എ ബിയുടെ ലെങ്ത് കിട്ടും. അതായത് എ ബിയുടെ ലെങ്ത്, ഇതിന്റെ ലെങ്ത് കിട്ടും അല്ലേ? ഇനി എ സിനെ സൈൻ 45 കൊണ്ട് ഗുണിച്ചാൽ ഇതും കിട്ടും, ഓപ്പോസിറ്റ് സൈഡും കിട്ടും ഇല്ലേ? ഇനി നോക്കി 45 തീറ്റ ആയിരുന്നെങ്കിലോ, ഇവിടെ തീറ്റ ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ തീറ്റ എന്ന് എഴുതാം ഇല്ലേ? ഇവിടെയൊക്കെ തീറ്റ എന്ന് എഴുതാം അല്ലേ? തീറ്റ എന്ന് എഴുതാം. ഇവിടെയും തീറ്റ എന്ന് എഴുതാം, ഇവിടെയും തീറ്റ എന്ന് എഴുതാം. അപ്പോൾ തീറ്റ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും? ഈ ലെങ്ത് എ സി ഇൻറ്റു അല്ല ബി സി എന്ന് പറഞ്ഞത്, ബി സി എന്ന് പറഞ്ഞത് എന്താണ്? ഈ സൈഡ് എ സി, അതായത് ഈ കർണം ഇൻറ്റു എ സി ഇൻറ്റു സൈൻ തീറ്റ ഗുണിച്ചാൽ എതിർവശം കിട്ടും. ഇതോ എ സി ഇൻറ്റു ഇത് കിട്ടാൻ എ ബി സമയം എത്രയാ? എ സി ഇൻറ്റു കോസ് തീറ്റ ഗുണിച്ചാൽ കിട്ടും ഇല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേറെ കണക്ക് നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ ഒരെണ്ണം തന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ പി ലെങ്ത് ഉള്ള ഒരു വെക്ടർ തന്നു വിചാരിക്കുക. ഇതിനെന്താ രണ്ട് ആക്കി ഫിറ്റ് ചെയ്യുക, ലംബമായിട്ട് പരസ്പരം ഇല്ലേ? രണ്ട് വെക്ടറുകളായിട്ട് നമുക്ക് ഇതിനെ ഫിറ്റ് ചെയ്യാം. ഏതൊക്കെയാ? ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം മോളിൽ നിന്ന് ചോട്ടിലേക്ക് ഉള്ളത് അല്ലേ? ഇങ്ങനെ രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ഫിറ്റ് ചെയ്യാം. അപ്പൊ ഇതിലെന്താ കണ്ടുപിടിച്ച? അടിയിലത്തെ കിട്ടാനായിട്ട് എന്താ? എ സി ഇൻറ്റു അല്ല, അടിയിലത്തെ കിട്ടാനായിട്ട് ബി സി, എതിർവശത്തെ കിട്ടാനായിട്ട് ഇത് കിട്ടാനായിട്ട് ഈ ഭാഗത്ത് കിട്ടാൻ ഇതിനെ ഏതുകൊണ്ട് ഗുണിച്ചു? സൈൻ തീറ്റ കൊണ്ട് ഗുണിച്ചാൽ എതിർവശം കിട്ടും. ഇതിനെ കോസ് തീറ്റ കൊണ്ട് വെച്ചാൽ ഇത് കിട്ടും ഇല്ലേ? അപ്പൊ ഇവിടെ ഇവിടെ എന്താ ഉള്ളത്? പി ഫോഴ്സ്, ഇത് ഫോഴ്സ്, പി ഫോഴ്സ് ഉണ്ട്. അതിന്റെ രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ മതി. ഇപ്പുറത്തെ ഏതായിരിക്കും? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതിന് തുല്യമായിരിക്കും? ഈ ഹൈറ്റിന് ഇതിന്റെ ലെങ്ത്തിന് തുല്യമായിരിക്കില്ലേ? എത്രയായിരിക്കും? പി ഇൻറ്റു ഇവിടെ ആംഗിൾ തീറ്റയാണെങ്കിൽ എത്രയായിരിക്കും? മനസ്സിലായ? ഈ കർണത്തിന്റെ നീളം പി അല്ലേ? പി ഇൻറ്റു എതിർവശമാണെങ്കിൽ ഇതാണെങ്കിൽ സൈൻ തീറ്റ, ഇതാണെങ്കിലോ പി ഇൻറ്റു കോസ് തീറ്റ അല്ല, പി സി ഇൻറ്റു കോസ് തീറ്റ അല്ലേ? ഈ രണ്ടും കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു ഫോഴ്സിന്റെയും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? രണ്ട് ഭാഗം പിരിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായ? അല്ല, ഞാൻ പറഞ്ഞാല് ഇതില് വരുന്ന പഠിക്കാം, അത് പഠിക്കാം. അപ്പൊ ഏതൊരു ഫോഴ്സിനും നമുക്ക് രണ്ടാക്കി പിരിക്കാം. ഇതിന്റെ എതിർവശമുള്ള പി സൈൻ തീറ്റ ആയിരിക്കും, ഇപ്പുറത്തുള്ളത് ഈ ആംഗിളിനോട് തൊട്ട് കിടക്കുന്നത് പി കോസ് തീറ്റ ആയിരിക്കും. ഇപ്പൊ എങ്ങനെയാണ് പറയാൻ? ചിലപ്പോ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തുടർന്ന് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം.
നമുക്ക് ഇനി ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ കാണാം. അത് മേടിക്കുക. നന്ദി, നമസ്കാരം, ബൈ.